ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. ഹീറോയി ഇങ്ങനെ വീട്ടിൽ വന്ന് അമ്മേനോട് പറയും, അമ്മ എനിക്ക് കോളേജ് ലേറ്റായി. ശരി ദിയ, ഈ വീട്ടിലിരുന്നോ. അതൊക്കെ നിന്നെ അമ്മയെ പറയണേ. ദിയ ഈ വീട്ടിലിരുന്നോ. ദിയാൻ്റെ മമ്മിയോട് ലോക്ക് ചെയ്തിട്ട് ശരി ദിയാൻ്റെ ഡാഡിയോട് പറയാൻ തുടങ്ങി, നിങ്ങളിവിടെ ഇരുന്നോ, ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം. അങ്ങനെയായിട്ട് ഈ ഹീറോയിൻ്റെ മമ്മി ഇവിടെ നിന്ന് പോയി. അങ്ങനെയായിട്ട് ഹീറോയിനെ ദിയാനെ ജാക്സൺ വന്ന് ചോദിച്ചായിരുന്നു. ജാക്സൺ പറഞ്ഞ അവനുള്ളത് കൊറിയയിലാണ്. ജാക്സൺക്ക് അങ്ങനെ പറഞ്ഞ ട്രിപ്പ് എന്ന് വന്നതായിരുന്നു. അത് ജാക്സൺ ആയിരുന്നു ഹീറോയിനെ ചോദിച്ചാൽ. ജാക്സനോട് പറഞ്ഞു, സോറിപ്പാ, ഇത് ഓൾറെഡി പറഞ്ഞ അത് മുമ്പ് എൻഗേജ്മെൻറ്റ് ചെയ്തായിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ, അതാണ് എനിക്കിപ്പോൾ എൻഗേജ്മെൻറ്റ് ഓൾറെഡി ചെയ്തായിരുന്നു. ആൻറ്റിയോട് പറഞ്ഞു, സരിപ്പാ, ഓൾറെഡി എൻഗേജ്മെൻറ്റ് ചെയ്തായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ജാക്സനോട് പറഞ്ഞു. ജാക്സനെ ഹീറോയിൻ്റെ മമ്മിക്ക് ഇഷ്ടമില്ലായിരുന്നു. ജിമ്മിനെ ഭയങ്കര പിടിക്കും, നല്ല ചെക്കന്. ഒരു വലിയ ജിമ്മിനിക്കേ മാരേജ് കഴിച്ച് കൊടുക്കുമെന്ന് ഹീറോയിൻ്റെ മമ്മി ഡാഡിനെ പറഞ്ഞായിരുന്നു. അവനൊരു ഐഡിയ, അവനെങ്ങനെ എൻ്റെ മോൾ ചോദിക്കും, അവൻ എത്ര ദൂരമുള്ളതെന്ന് ഹീറോയിൻ്റെ മമ്മീനോട് പറഞ്ഞായിരുന്നു ഹീറോയിൻ ഡാഡി. അത് ശരി, ഇപ്പോൾ ജാക്സനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ മോക്ക് എൻഗേജ്മെൻ്റ് ആയിട്ട്. അവളെ ഫിയാൻസി ഇവിടേക്ക് തിരിച്ചു വന്നു. സോറിപ്പാ, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ. അങ്ങനെ പറഞ്ഞു ജാക്സൺ. എന്ത് ഫിയാൻസി വന്നോ? അതെ ഫിയാൻസി വന്ന് ചോദിച്ചായിരുന്നു. കൊടുത്തില്ല പ്രശ്നമാവും, ഓൾറെഡി വാക്ക് കൊടുത്ത് പോയി, അത് ചെയ്യാൻ പറ്റില്ല ജാക്സനോട് പറഞ്ഞു. ശരി നോക്കാമെന്ന് ജാക്സൺ നോക്കിക്കോളാം എന്ന് ജാക്സൺ അവിടെ നിന്ന് പോയി. ജാക്സണിക്ക് ലണ്ടനിലാണ് ജോബ് ചെയ്യുന്നത്. ലണ്ടനിൽ കോൾ വന്നു. ശരി ലണ്ടനിലേക്ക് പോവാം എന്നാൽ ജാക്സൺ ലണ്ടനിലേക്ക് പോയി. ഹീറോയിൻ മമ്മി ശരി ഇത് വേറെ വയ്യില്ല. ഹലോ 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 ആൻറ്റി, എന്ത് പറ്റി? ഒരു പോയാണ് മോനെ, ഇത് ജാക്സൺ അവന് ലണ്ടനിൽ പോയി, അവൻ തിരിച്ചും വരുന്ന മുമ്പ് ഇവൾക്ക് മാരേജ് ചെയ്തിട്ട് പറ്റൂ. ഇല്ല ജാക്സൺ വന്ന് ടോർച്ചർ ചെയ്യൂ. നീ ഇപ്പോൾ എവിടെ? ആൻറ്റി ഞാൻ ഓഫീസിലാണ് ഉള്ളത്. ശരിടാ, നീ ഇപ്പോൾ മാരേജ് പോയിട്ട് നിൻ്റെ അച്ഛൻ അമ്മനോട് വിളിച്ചോണ്ട് വാ. ഇല്ല അവന് വന്ന് മാരേജ് കഴിക്കും, പറഞ്ഞു മനസ്സിലാക്കുക. ശരി ആൻറ്റി, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ആ ചക്ക അതിന് വീട്ടിൽ കോൾ ചെയ്ത് പറഞ്ഞു, എനിക്കൊരു പെണ്ണിഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടില്ല മോം, അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് ഓൾറെഡി അയച്ചായിരുന്നു. ഇപ്പം എന്താ മോം പറയാം? ഓക്കേടാ മോനെ, അത് ഞങ്ങൾക്ക് ഓക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്ന്, ഞാൻ അഡ്രസ്സ് ഞാൻ അയച്ചോളാം, നിങ്ങൾ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞു. പ്ലേസിലേക്ക് വന്നു. അങ്ങനെ ആയിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ആ ചെക്കൻ്റെ മോം ഡാഡി വന്നു. എന്താടാ മോനെ? മോം എല്ലാം റെഡിയാണോ അല്ലേ? റെഡിയാണ്. അങ്ങനെ ആയിട്ട് ഹീറോയിന് പെണ്ണ് കാണാൻ ആ ചെക്കന് ഹീറോയിൻ്റെ മമ്മി പറഞ്ഞു, ഇന്ന് നീ പോവണ്ട മോം, ഇന്ന് ഓഫീസിൽ എനിക്ക് ലേറ്റുണ്ട്, പറഞ്ഞേക്ക് ഇന്ന് പോകണ്ട. ഇങ്ങനെയായിട്ട് മാനേജർക്ക് കോൾ ചെയ്തായിരുന്നു. സോറി സാർ, എനിക്ക് വരാൻ പറ്റില്ല. സാറില്ലമ്മ, ഇന്ന് നീ വന്നില്ല, ഇന്ന് നിനക്ക് ജോബൊന്നുമില്ല, നീ വന്നില്ല മോശമില്ല എന്ന് മാനേജർ അവിടുത്തെ പറഞ്ഞു. ശരി ഹീറോയ്ക്ക് ഷോക്ക്. മാനേജർ ലീവ് പറഞ്ഞു. എന്തോ ഉണ്ടോ, എന്തോ ഒരു ശരിയില്ല ഇത് എന്ന് ഹീറോയിൻ കളിച്ചൊക്കെ. അതിന് മമ്മി, മോളെ എന്താ മോം? അതല്ല, നീ ഈ സാരി എടുത്തോ മോം, ഇത് ഞാൻ അവിടേക്ക് പാർട്ടി പോയ എടുത്ത സാരി. മോശമില്ല, ഈ സാരി എടുത്തിട്ട് ഈ സാരിയിലാവണേ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഈ സാരി ഈ സാരി കണ്ട് ഇഷ്ടപ്പെട്ടത് അതേ സാരിയോട് വെച്ചിട്ട് വന്നു. അങ്ങനെ ചെക്കൻ്റെ മോമി ചായ എടുത്തുകൊണ്ട് വന്നു. ചായ എടുത്തുകൊണ്ട് എല്ലാവർക്കും കൊടുത്ത്. ഹീറോയിൻ നോക്കിയില്ലായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ നോക്കുമായി നിന്നെ വീട് ഇങ്ങനെ ആക്കുന്നത് ഹീറോയിൻ്റെ ആൻറ്റി പറഞ്ഞിരുന്നു. ശരി ആരോ ചെക്കനെന്നുകൊണ്ട് മേലെടുത്ത് നോക്കുന്നുമാ. ചെക്കനങ്ങൾ ഷാക്കായി. അത് തീർച്ചിട്ട് അമ്മേനെ നോക്കി. അമ്മ ഓക്കെയല്ലേ നിനക്ക്? എന്താ ഇവിടെ നടക്കുന്നത്? അങ്ങനെ റോസി വന്നായിരുന്നു. ഈ വീട്ടിൽ എന്താ ചെരുപ്പ്? റോസി വന്ന എന്താ ഇവിടെ നടക്കുന്നത്? ഇത് ജമീനല്ലോ. ദിയ 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 ഇങ്ങോട്ട് വാ. അമ്മ അത് ബാമ്മ അവിടെ ഇരുന്നു. ജിമ്മിനാണ് പെണ്ണ് കാണുന്നത്. ജിമ്മി സ്മൈൽ ചെയ്തായിരുന്നു. ജിമ്മിൻ ഹീറോയ്ക്ക് വീടല്ല, അയ്യോ ജിമ്മിനാണോ? അങ്ങനെ ജിമ്മിനെ സംസാരിച്ച് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പോയി. ഓക്കെ എൻഗേജ്മെൻറ്റ് ചെയ്ത ആളാണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഡയറക്റ്റ് മാരേജ് വെച്ചാളെന്ന് ജിമ്മിന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ദിയ പറഞ്ഞു. ഷോക്കായത്, എടി റോസി കുളിക്ക്, തലക്കൊരു അടിച്ചു. അയ്യോ അമ്മ, എന്താണ് തലക്ക് തല്ലുന്നത്? ഇല്ലടി, നിനക്ക് മാരേജ് അല്ല, കൺഗ്രസ് എന്നിട്ട് കൺഗ്രസ് പറയുന്ന മച്ചി, എനിക്ക് മാരേജ് അടി. കൺഗ്രസ് പറഞ്ഞാൽ ഇങ്ങനെ ടെൻഷനാണ്, പോടി വയ്ക്കുക. അങ്ങനെ ദിയ പറഞ്ഞിട്ട് ടെൻഷനിൽ പോകാൻ തുടങ്ങി. അയ്യോ ദിയ നിക്കടി, പോടി, ഇതെങ്ങോട്ട് സംഭവിച്ചതറിയില്ല, അമ്മ ഒന്നും പറയില്ല. ദിയ ടെൻഷൻ ആക്കണ്ട, അത് നിനക്ക് അമ്മക്ക് സർപ്രൈസ് നിനക്ക്. ആനായിട്ട് മോം
ഇല്ലമ്മ. അങ്ങനെയായിട്ട് അങ്ങനെ 2 പേര് പോയിട്ട് അവിടെ അങ്ങനെയായിട്ട് കുറച്ച് അവിടെ ഉള്ള അതെ ജിമ്മിന് അവിടെ നിന്ന് എല്ലാവരും വിളിച്ച് ഹീറോയിനും മമ്മി സിമ്പിളായിട്ട് മാരേജ് ചെയ്തു കഴിഞ്ഞു ഇന്ത്യയിൽ ഹീറോയ്ക്ക് ജിമ്മിനിക്ക്. പിന്നെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് കൊറിയക്ക് 2 പേര് പോയി. അങ്ങനെ കൊറിയയിൽ വലിയ സൈസ് മാരേജ് ചെയ്തു. ജിമ്മിന് ഒന്നും സംസാരിച്ചില്ല. ജിമ്മിന് സ്ട്രക്ചർ തന്നെ ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. റോസി ശ്രദ്ധിച്ച് അടി ആയി. ഇവന് കവർ ചെയ്യാൻ പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെ മാനേജർക്ക് ഷോക്കായിരുന്നു. നീയാണോ ജിമ്മിൻ്റെ വൈഫ്? അതെ സർ. എന്താ സംഭവിക്കുന്നത്? എനിക്കും കൂടെ അറിയില്ല സാർ എന്ന് ഹീറോയി പറയായിരുന്നു. മാനേജർ സമാധാനമാക്കി. സാറില്ല മോളെ, സാറില്ല, ടെൻഷനൊന്നും ആക്കണ്ട. അതെ കൊറിയാളെ തന്നെ. എന്നെ മാനേജർ പറഞ്ഞു പോവാ. എല്ലാവരും മേക്കപ്പിൽ ആക്ട്രസിൽ ഡ്രസ് ഡിസൈനർ ഇവരെ മാരേജ് കഴിക്കുക. ഓരോ നല്ല ഐഡൽ ആക്ടർ എന്തോ ഒരു സംഭവം ഇവിടെ എന്ന് ആ മാനേജറോട് പറഞ്ഞു ഇവിടുന്ന് പോയി. അതിനായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. ഹീറോയ്ക്കും കുറേ സൈസ് മാരേജ് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ബേബി ഉണ്ടായി. നിൽക്കട അവിടെ ഓടക്കാല പറഞ്ഞേക്ക് പോ മമ്മി എന്ന് ഗേൾ ബേബിക്ക് 1 വയസ്സായി, ബോയ്ക്ക് 6 വയസ്സായി. ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. എന്തോ ഒരു കഷ്ടമാണ്. റോസി പറയായിരുന്നു എല്ലാവർക്കും മാരേജായി, അപ്പോൾ എനിക്കെപ്പോൾ മാരേജ്? നിനക്കും മാരേജ്? അപ്പോൾ ബാ നമ്മുടെ പോയിട്ട് മാരേജ് കഴിക്കുക. അയ്യോ ഇല്ല ഞാൻ മാരേജ് കഴിക്കില്ല. നീ ഒരു ഐഡലാണ്, ഞാൻ സെറ്റാല്ല, പോടാതിരിക്കുക എനിക്ക്. ഇല്ല നീ എന്നെ മാരേജ് കഴിക്ക്, പോടാതിരിക്കാന്ന് ഹീറോ ടെൻഷൻ പോലെ തുടങ്ങി. അപ്പോൾ സമാധാനമായി. എൻ്റെ ഒരു ഫ്രണ്ട് പറയായിരുന്നു, പേര് സോഫിയ. അവി പറഞ്ഞു അപ്പോൾ നമ്മുടെ പേര് മേടിച്ച് കഴിക്കുക സോഫിയ. അത് സോഫിയുടെ മമ്മിക്ക് ഡാഡി കേട്ട് അന്ന് ജങ്കുക്ക് റോസിന് പുറകിൽ പോയി. റോസി ബാബിള് മാരുമി റോസി പോടാ ജങ്കു, നീ ടോർച്ചർ ഒന്നും ചെയ്യണ്ടടാ, പോടാ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലടാ, പോടാ എന്ന് പറഞ്ഞു. കുറച്ച് 2 പേർക്കും മാരേജായി. ഹീറോയി എന്തോരോ വേണ്ട പറഞ്ഞ് നിങ്ങൾ 2 പേര് കല്യാണം കഴിച്ചില്ലേ? അതെന്താടാ ചെയ്യുക? എൻ്റെ മമ്മീനോട് വന്ന് ഞങ്ങൾ 2 ലവ് ചെയ്യാന്ന് പറഞ്ഞടി. പിന്നെ എന്താ ചെയ്യുക? അതുമല്ല ഞാൻ 1 മന്ത് എന്തോ ഞാൻ ഗർഭിച്ചെന്ന് പറഞ്ഞടി. എന്ത് ഒക്കണ? ഇല്ലടി, 1 ചോക്ക് പറഞ്ഞു. ഹാപ്പി എൻഡിങ്.